വെൽക്കം ടു ഗ്രേറ്റ് അക്കാഡമി PSC. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് പറയുന്നൊരു ടോപ്പിക്കാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ എക്കണോമി അല്ലേ. അപ്പോൾ എക്കണോമി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം, നിങ്ങൾ PYQs അല്ലെങ്കിൽ മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരുപാട് ചോദ്യങ്ങൾ നിരന്തരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണെന്ന് പറയുന്നത് ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികൾ അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന 5 ഇയർ പ്ലാൻസിനെ കുറിച്ചിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് നമ്മൾ സാധാരണ അറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ ഒരു ടോപ്പിക് പഠിക്കുന്ന സമയത്ത് നമുക്കറിയണം ആ ഒരു ടോപ്പിക്കിൻ്റെ പ്രാധാന്യം എത്രയാണ്, അല്ലെങ്കിൽ എന്തുമാത്രം മുൻവർഷ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയാം, ഈ ഒരു നിങ്ങൾ എക്കണോമി പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ച് തീർക്കേണ്ട ഒരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികൾ. കാര്യം എന്താ, ഒരുപാട് ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വരുന്നുണ്ട്, എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു പോയിന്റ്, അത് SCERT പോയിന്റ് ആണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും, അത് SCERT പോയിന്റ് എന്ന് പറയും. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും പദ്ധതികൾ, ഇപ്പം ഞാനിപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി പഠിപ്പിക്കുകയാണ് അതെ, അപ്പോൾ അന്നേരം അതിൻ്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളിൽ എങ്ങനെയാണ് ചോദിക്കുന്നത് നമ്മൾ വെറുതെ അറിഞ്ഞാൽ പോലെ. അതായത് ഇപ്പം ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻ്റ് ആവുള്ള കാര്യം എല്ലാ ആൾക്കാർക്കും അറിയാം, പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യമല്ല. കറൻ്റ്ലി PSC ഇപ്പം അതിൽ നിന്ന്, അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കകത്തുനിന്ന് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് അല്ലേ, അതിനെക്കുറിച്ചിട്ട് നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനെ എടുത്ത് പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ക്ലാസ് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. രണ്ടാമതായിട്ട് ഞാൻ PYQs എന്ന് പറയുന്ന അല്ലെങ്കിൽ മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്ത് വെച്ചോണം, ഒരു സൈഡിൽ ഒരു 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 ലെക്ചർ നോട്ട് പോലെ നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചോണം, നോട്ട് ചെയ്ത് വെച്ചോണം. അപ്പോൾ നമുക്ക് തുടങ്ങാം പഞ്ചവത്സര പദ്ധതികൾ അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻസ് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യമേ ഈ ഒരു വാക്യം നിങ്ങൾ തുടങ്ങുകയാണ്, എന്താണ് പദ്ധതികൾ അല്ലെങ്കിൽ പ്ലാൻസ് അല്ലേ. എന്താണ് ഈ പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പദ്ധതികൾ നമ്മൾ പഠിക്കുന്ന എക്കണോമിയാണല്ലേ, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ എന്തിനാ പദ്ധതികൾ, സാമ്പത്തിക വളർച്ചകൾ കൈവരിക്കാൻ വേണ്ടി നമുക്ക് പല പല പദ്ധതികളും ഉണ്ട് അല്ലേ. അതായത് ഇപ്പം നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഒരു 5 വർഷത്തെ പരിപാടി. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ പഠിക്കും 1951 മുതൽ 1956 വരെയാണല്ലോ ഇതിൻ്റെ ഒരു കാലാവധിയായിട്ട് വരുന്നത് അല്ലേ. ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് എത്രയൊക്കെ വളർച്ചാ നിരക്ക് നമുക്ക് കൈവരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ ഊന്നി നിന്നുകൊണ്ട് ഈ പറയുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ നടത്തിക്കൊണ്ട് പോകണം അല്ലേ. അപ്പോൾ അതൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ പദ്ധതികൾ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് എന്താ, അല്ലെങ്കിൽ നമുക്കൊരു ആസൂത്രണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം നമുക്ക് എന്ത് കൊണ്ടുവരിക, ഈ പറയുന്ന സാമ്പത്തിക വളർച്ചകൾ കൊണ്ടുവരിക അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികൾ ഉള്ളത് അല്ലേ. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയേ, പരിമിതമായ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന പ്രക്രിയയാണ് സാമ്പത്തിക ആസൂത്രണം. അപ്പോൾ സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ പറയും എക്കണോമിക് പ്ലാനിങ് എന്ന് പറയും. അപ്പോൾ സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഇപ്പം ഞാൻ വളരെ ബേസിക്കായിട്ടൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ഇന്ത്യയിൽ, അതായത് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇന്ത്യയിൽ ഇപ്പം ആകെ വർക്ക് ചെയ്യുന്ന 2 കാർ കമ്പനിയേ ഉള്ളൂ. അതായത് ചുമ്മാ ചിന്തിക്കുക, അതായത് നമ്മൾ ജസ്റ്റ് പറയുകയാണ് എങ്ങനെ സാമ്പത്തിക ആസൂത്രണം പ്ലാൻ ചെയ്യണം, അത് പറയുക. ഇന്ത്യയിൽ ഇപ്പോൾ ഈ പറയുന്ന 2 കാർ കമ്പനി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പം ഈ 2 കമ്പനീനെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യാം, അതായത് എങ്ങനെ അവിടെ വളർച്ച കൊണ്ടുവരാം. അപ്പോൾ വളർച്ച കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ആസൂത്രണം കൊണ്ടുവരണം. അപ്പം പരിമിതമായ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ പരിമിതമായിട്ടുള്ള റിസോഴ്സുകളെ നമ്മുടെ കയ്യിലുണ്ടാവും അല്ലേ. അപ്പോൾ അതാ പറയുന്നത് സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിമിതമായ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് ഉദ്ദേശിച്ച ലക്ഷ്യം, നമുക്ക് ലക്ഷ്യം ഉണ്ടായിരിക്കും. അതായത് ഈ വർഷം ഒരു 3.3% വളർച്ച നിരക്ക് കൈവരിക്കണം, അല്ലെങ്കിൽ 4.4 അല്ലേ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിങ്ങനെ എത്തിപ്പെടാൻ പറ്റും. ഇപ്പം നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ഈ PPTയിലെ കണ്ടന്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ മാക്സിമം മാർക്ക് ഈ പറയുന്ന പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അതായത് എങ്ങനെ വന്നാലും ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ മാക്സിമം ചോദ്യങ്ങൾ ശരിയാക്കാൻ പറ്റണം അല്ലേ. അതെന്താ, നിങ്ങൾ അതനുസരിച്ച് ആസൂത്രണം ചെയ്യണ്ടേ, അതാണ് ഇവിടെ പറയുന്ന സാമ്പത്തിക ആസൂത്രണം അല്ലേ. ഇനി രണ്ടാമതെന്താ, കേന്ദ്രീകൃതവും സമഗ്രവുമായ ദേശീയ സാമ്പത്തിക പരിപാടികളാണ് പഞ്ചവത്സര പദ്ധതികൾ. വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്, അതായത് കേന്ദ്രീകൃതവുമാണ്, അത് സമഗ്രവുമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ദേശീയ സാമ്പത്തിക പരിപാടികളാണ് അല്ലേ. അപ്പോൾ ഇന്ത്യ ഫുൾ, നാഷണൽ നമ്പർ എന്താ, ഇന്ത്യയിൽ ഫുൾ ഉണ്ടല്ലേ. അപ്പം ദേശീയ സാമ്പത്തിക പരിപാടികളാണ് പഞ്ചവത്സര പദ്ധതികൾ.
ഇനി ഒരു രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്ന് വിശദമാക്കുന്നതാണ് പദ്ധതി. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, അതായത് ഇപ്പം ഒരു സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്. ഇപ്പം നമ്മളെ കൃഷിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വ്യാവസായിക മേഖല ശക്തമാണ്. അപ്പോൾ ഇതൊക്കെ എന്താ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണല്ലേ, നമ്മൾ വിചാരിക്കുക അല്ലേ. അപ്പോൾ തുടക്കകാലത്തിൽ നമ്മുടെ വ്യാവസായിക മേഖലയൊന്നും അത്ര ശക്തമല്ല, പിന്നീടാണ് എന്തായിട്ട് വരുന്നത്, ശക്തമായിട്ട് വരുന്നത് അല്ലേ. ആദ്യമേ നമ്മൾ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ പ്രാധാന്യം എന്തിനാണ് കൊടുക്കുന്നത്, കൃഷിക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ഊന്നൽ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം, ഉള്ള കാര്യങ്ങൾ എങ്ങനെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വിനിയോഗിക്കണം അല്ലേ. അത് വിശദമാക്കുന്നതാണെന്ന് പറയുന്നത് പദ്ധതികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികൾ. അപ്പം നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഞാനിവിടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. എന്താ പറയുന്നത്, വളരെ ബേസിക് ആയിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇനി എന്താ, പദ്ധതിക്ക് നിശ്ചിത കാലയളവിൽ നേടേണ്ട പൊതുവായതും പ്രത്യേകമായതുമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് പദ്ധതിക്ക് നിശ്ചിത കാലയളവ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ പറയുന്നില്ലേ, ഒന്നാം പഞ്ചവത്സര പദ്ധതി 5 വർഷം, അടുത്തത് 5 വർഷം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു കാലാവധി ഉണ്ട്. അപ്പോൾ ഈ 5 വർഷത്തിൽ നമുക്കൊരു ഇതുണ്ടായിരിക്കും, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കും അല്ലേ. അവിടെ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കണം. അപ്പോൾ അതവിടെ പറയുന്നത് പദ്ധതിക്ക് നിശ്ചിത കാലയളവിൽ നേടേണ്ട പൊതുവായതും പ്രത്യേകമായതുമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ലക്ഷ്യങ്ങൾ അപ്പോൾ നമ്മൾ പഠിക്കും, നമ്മളിപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് പഠിക്കും. അതായത് എത്ര ശതമാനം നിരക്ക് കൈവരിക്കണം, അല്ലെങ്കിൽ എന്തിന് പ്രാധാന്യം കൊടുക്കണം, ഏത് മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കണം, കൃഷിയാണോ വ്യാവസായിക മേഖലയാണോ, ഇതൊക്കെ നമ്മൾ വൃത്തിക്ക് നോക്കും. ഇനി എന്താ, ഇന്ത്യയിൽ പദ്ധതികൾ നടപ്പിലാക്കിയിരിക്കുന്നത് 5 വർഷ കാലയളവിലാണ്. അതിനാൽ അവ പഞ്ചവത്സര പദ്ധതികൾ എന്നറിയപ്പെടുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പോയിന്റ് ഞാനിവിടെ എന്താ പറയുക, മുൻവർഷ ചോദ്യങ്ങളെന്ന് പറഞ്ഞിട്ടില്ല. കാര്യം മുൻവർഷ ചോദ്യങ്ങൾ ചോദിച്ച കാര്യങ്ങൾ അങ്ങനെ എടുത്ത് പറയും. ഓക്കെ, അപ്പം നമ്മൾ ചോദ്യങ്ങൾ വരുന്നത് നമ്മൾ ആദ്യമേ ഒരു ബേസ് സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഓരോ പോയിന്റ് പറയുമ്പോഴും PVQ പോയിന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ മുൻവർഷത്തിൽ ചോദിച്ച ഒരു സെൻറ്റൻസ് ആണെങ്കിൽ പോയിന്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ എടുത്ത് പറയുന്നുണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചോണം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഓക്കെ, ഇനി ഇവിടെ ഒരു പെർസ്പെക്റ്റീവ് പ്ലാൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ, പരിപ്രേക്ഷ്യ പദ്ധതി. അതായത് നിങ്ങൾ വാക്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കും, ഒന്നുമില്ല, വളരെ ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞു പോയാൽ മതി, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. അതായത് എന്താ, ഇന്ത്യയുടെ പദ്ധതി രേഖകൾ 5 വർഷം കൊണ്ട് നേടേണ്ട പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് പുറമെ 20 വർഷം കൊണ്ട് നാം നേടേണ്ടതെന്നും വ്യക്തമാക്കുന്നു. ഈ ദീർഘകാല പദ്ധതിയെ പരിപ്രേക്ഷ്യ പദ്ധതി എന്ന് പറയുന്നു. അതായത് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, മലയാളം എന്താ, ഭയങ്കര കാഴ്ചപ്പാട്. അതായത് നമ്മൾ വെറുതെ 5 വർഷത്തെ കാര്യം മാത്രമല്ല പറയുന്നത്, അടുത്തൊരു 10 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്തൊരു 15 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്തൊരു 20 വർഷം കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥ. അതായത് നമ്മൾ 1950 നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, എങ്ങനെയായിരിക്കും നമ്മുടെ 2010 നമ്മുടെ സമ്പദ് വ്യവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി എങ്ങനെയായിരിക്കും അല്ലേ. അത് നമ്മൾ അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ നമ്മൾ എന്ത് ചെയ്യും, തയ്യാറാക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികളെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് പരിപ്രേക്ഷ്യ പദ്ധതി, അല്ലെങ്കിൽ പേഴ്സ്പെക്റ്റീവ് പ്ലാൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് അറിഞ്ഞു വെച്ചാൽ മതി. അതായത് എന്താ, ഇന്ത്യയിൽ പദ്ധതി രേഖകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഓൾറെഡി നമുക്കൊരു സാധനമുണ്ട്. അതായത് 5 വർഷം കൊണ്ട് നേടേണ്ട, അതാണ് പഞ്ചവത്സര പദ്ധതി അല്ലേ. അപ്പം നിലവിൽ ഇങ്ങനെ ഈ 5 വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യങ്ങളുണ്ട്. അതിന് പുറമെ 20 വർഷം കൊണ്ട് നാം നേടേണ്ടതെന്ന് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ, ദീർഘകാല പദ്ധതികളുണ്ട് അല്ലേ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പരിപ്രേക്ഷ്യ പദ്ധതി എന്ന് പറയുന്നത്. ഇനി ഇവിടം തൊട്ട് ഞാൻ പറഞ്ഞു PVQ ആണെങ്കിൽ അങ്ങനെ എടുത്ത് പറയും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951 അല്ലേ. അപ്പം എന്തുകൊണ്ട് 1951? നമുക്ക് ആദ്യം അതറിയണ്ടേ, എന്തിനാണ്, അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നമ്മൾ എന്തിന് ചിന്തിച്ചു. 1951 നിന്നുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ചിന്തിച്ചു, അതായത് നമുക്കൊരു പഞ്ചവത്സര പദ്ധതി വേണം, അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു പരിപാടി തുടങ്ങാം എന്ന് ചിന്തിക്കാനുള്ള ഒരു മൂല കാരണം എന്തായിരുന്നു? അതിനുള്ള മൂല കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, 1950 നമുക്ക് ഈ ഭരണഘടനയൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് സ്വന്തമായിട്ട് ഭരണഘടന വരുന്നതും പിന്നീട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. അതിനു മുമ്പേ നമുക്കറിയാം നമ്മുടെ സമ്പദ് വ്യവസ്ഥ അത്ര നല്ലതൊന്നുമല്ല, പ്രശ്നങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, വളർച്ചകളില്ല അല്ലേ. പല മേഖലകളിലും എന്താ പറയുക, വളർച്ച നിരക്ക് ഭയങ്കര കുറവാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. പട്ടിണി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ, തൊഴിലില്ലായ്മ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ മാറ്റം കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം, നമുക്കൊരു പദ്ധതി വേണം. അതായത് ഇനി അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് വന്നു, നമുക്കിനി സ്വന്തമായിട്ട് ഭരണഘടനയായി, നമുക്ക് സ്വയംഭരണമായി. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. എവിടെ നിങ്ങൾ ഭരണഘടനയിൽ പഠിക്കുന്ന കാര്യമല്ലേ, സ്വയംഭരണമായി അല്ലേ. നമ്മൾ സ്വയംഭരണത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ
ഈ പറയുന്ന സമരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് ഭരണഘടന കിട്ടിയതിൻ്റെ ഭാഗങ്ങൾ സ്വയംഭരണമായി നമുക്ക് അവകാശങ്ങളായി. അപ്പോൾ നമ്മുടെ അവകാശങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് തുടങ്ങുകയാണ്? ഓക്കെ, ഇനി ഒരു പദ്ധതി തുടങ്ങാം. ഇനി നമുക്ക് എന്തിന് പ്രാധാന്യം കൊടുക്കണം? നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് രൂപീകരിച്ചു? ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷമായിട്ട് നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്? 1951 എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല, എന്തുകൊണ്ട് 1951? അപ്പോൾ അല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചിലവ് മറന്നു. അപ്പോൾ 1951 എന്തുകൊണ്ട് വന്നു? ഈ ഒരു കാര്യം കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മ വരും. ഇനി പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇപ്പം ഈ 10th പ്രിലിംസിനൊക്കെ അല്ലെങ്കിൽ ഇപ്പം LE എക്സാമിനൊക്കെ നിരന്തരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഫ്രീ ഹിറ്റാണ്, തെറ്റിക്കാൻ പാടില്ല. എന്താ, മിക്ക ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും. അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെച്ചോണം. പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്ത് വെച്ചോണം? നോട്ട് ചെയ്ത് വെച്ചോണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലക്ഷ്യമായിട്ട് നമുക്ക് എന്തൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും? 5 വർഷക്കാലത്തെ ആസൂത്രിതവും സംഘടിതവുമായതും സാമ്പത്തിക അഭിവൃദ്ധിക്കും സാമൂഹിക വികസനത്തിനും സഹായമാകുന്ന ദേശീയ പദ്ധതികൾ വിഭാവനം ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു പഞ്ചവത്സര പദ്ധതികൾ അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ? ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു 5 വർഷമാണ്. അപ്പോൾ ഈ 5 വർഷം കൊണ്ട് ഓരോ മേഖലകളും ഈ പറഞ്ഞ സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ അവിടെ സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവണം, അതേപോലെ സാമൂഹികപരമായിട്ട് വികസനങ്ങൾ ഉണ്ടാവണം അല്ലേ. ഇപ്പോൾ സ്ത്രീകൾ അല്ലെ ഓരോ മേഖലകളിലും എന്തുണ്ടാവണം? വികസനങ്ങൾ ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. നമുക്ക് വളർച്ചയും ഉണ്ടാവണം, അതേപോലെ എന്തും ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്? വികസനം. ഇംഗ്ലീഷിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ അതിന് സഹായമാകുന്ന ദേശീയ പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്യണം അല്ലേ. ഇതാണ് ലക്ഷ്യമായിട്ട് പറയുന്നത്. എന്തിൻ്റെ? ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ഒരു ലക്ഷ്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. 3 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. 1951 ജവഹർലാൽ നെഹ്റു, പിന്നെ ലക്ഷ്യം എന്താണ്? 3 കാര്യങ്ങൾ. ഈ ഒരു 3 കാര്യങ്ങൾ PYQ ആണ്. അപ്പം ഞാൻ PYQ ആണെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സിലും അതെല്ലാം 3 സ്റ്റാർ ഇടും. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു സ്ലൈഡ് നോട്ട്സ് കിട്ടുന്ന സമയത്ത് ഒന്നെങ്കിൽ ഈ PPTയിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇത് 3ഉം PYQ എന്നുള്ള കാര്യം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. കാര്യം എന്താ? പിന്നീട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എന്ത് ചെയ്യാനായിട്ട്? റിവിഷൻ ചെയ്യാനായിട്ട്. ഇനി ഈ ഒരു ആശയം എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിക്കാം. USSRൽ നിന്നാണ് ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടമെടുത്തത്. വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ് ആണ്, പക്ഷേ നമുക്ക് എന്ത് വരാം? ഈ പറയുന്ന പോലെ ചോദ്യം വരാം. ഇനി പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ലോകത്താദ്യമായി നടപ്പിലാക്കിയത്, ഇത് റെയർ ഫാക്റ്റ് ആണ്, പക്ഷേ ഒരു തവണ എക്സാമിന് ചോദിച്ചായിരുന്നു, അതുകൊണ്ട് ആഡ് ചെയ്തത്. ഓക്കെ, റെയർ ആയിട്ടുള്ള ഫാക്റ്റ് ആണ്, ചിലപ്പോൾ ചോദ്യമായിട്ട് വരാം. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ലോകത്താദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ ആണ്. ഇന്ത്യയിൽ ഇതുവരെ 12 പഞ്ചവത്സര പദ്ധതികൾ ആണ് നടപ്പിലാക്കിയത്. കാര്യം അതിനുശേഷം നമ്മൾ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? അതൊരു അടിപൊളി ചോദ്യമാണ് അല്ലേ. കാര്യം നിങ്ങൾക്ക് തോന്നാം എന്തുകൊണ്ട് 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. ഇനി അതിൻ്റെ കൂടെ അറിയണം, നമ്മൾ ഓരോ പഞ്ചവത്സര പദ്ധതികളും പഠിക്കുന്ന സമയത്ത് നമുക്കറിയണം അതൊരു വിജയമായിരുന്നോ, അതായത് വിക്ടറി, അല്ലെങ്കിൽ ഒരു പരാജയമായിരുന്നോ, ഫെയിലുവർ, അത് നമുക്കറിയണം. ചിലപ്പോൾ ചോദിക്കാം, അതായത് ഒരു വളർച്ച നിരക്ക് കൈവരിക്കാൻ 1ാം പഞ്ചവത്സര പദ്ധതിക്ക് സാധിച്ചു എന്ന് പറഞ്ഞ് അറിയാമല്ലോ. ഇപ്പോഴത്തെ ട്രെൻഡ് അറിയാമല്ലോ, ഒരു പ്രസ്താവന രൂപേണയുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ എന്ത് വരാം? എക്സാമിന് ചോദിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കണം? ആൻസർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ നമ്മൾ പഠിക്കും, ഓരോ പദ്ധതികളും പഠിക്കുമ്പോഴും അത് ആ പറയുന്ന വളർച്ചാ നിരക്ക് നമുക്ക് കൈവരിക്കാൻ സാധിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഒരു കോർ ഐഡിയ. ഓക്കെ, അപ്പം ഇന്ത്യയിൽ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചുള്ളൂ. കാര്യം അതിനുശേഷം എന്ത് വന്നു? നമുക്ക് നീതി ആയോഗ് എന്ന് പറയുന്നത് വന്നു അല്ലേ. അതിലേക്ക് നമ്മൾ വരും. നീതി ആയോഗ് എന്ന് പറയുന്ന പുതിയൊരു ഐഡിയ നമ്മൾ രൂപീകരിച്ചു അല്ലേ. അതുവരെ നമുക്ക് ഈ പറയുന്ന ഒരു പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എന്ത് കൊണ്ടുവരാണ്? ഈ പറയുന്ന നീതി ആയോഗ് എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവരാണ് അല്ലേ. ഇനി 12ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം പഞ്ചവത്സര പദ്ധതികൾക്ക് പകരമായി ഇന്ത്യൻ സർക്കാർ കൊണ്ടുവന്നതാണ് നീതി ആയോഗ്. അപ്പം ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ചില പോയിന്റ്സുകളെ ഇവിടെ റെഡിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? റെഡ് ബോൾഡിൽ. അപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് അങ്ങനെ വെറുതെ കൊടുത്തിരിക്കുന്നതല്ല. ആ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അറിയാമല്ലോ, ഇപ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവസാന സമയം റിവിഷൻ ചെയ്യുന്ന സമയത്തെ അവസാനം നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടത് ഞാൻ ഈ റെഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. കാര്യം ഇതാണ് നിരന്തരമായിട്ട് ചോദിക്കുന്നത്. കണ്ടില്ലേ USSR അല്ലേ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടാൻ വേണ്ടിയിട്ടാണ് റെഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റെഡ് കൊടുത്തിരിക്കുന്നതെല്ലാം PYQ ആയിരിക്കും, അല്ലെങ്കിൽ മുൻവർഷം ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളാണ്, ചോദിച്ചിട്ടുള്ള പോയിന്റുകളാണ്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളാണ്. അപ്പോൾ അതെന്ത് ചെയ്ത് വെച്ചോണം? വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചോണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സാമ്പത്തിക വളർച്ച, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. എന്താണ് സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിൻ്റെ ശേഷിയുടെ വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച എന്ന് സൂചിപ്പിക്കുന്നത്. അതായത് ചരക്കുകളും സേവനങ്ങളും. അതായത് എന്താ ചരക്കുകളും സേവനങ്ങളും? വളരെ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ
എന്താ പറയുക, ഒപ്പോ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ഐഫോൺ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ. അപ്പം ഈ വർഷം ഇന്ത്യയിൽ എന്താ പറയുക ഒരു 50 ഒപ്പോ ഫോൺ നമ്മൾ എന്ത് ചെയ്തു, ഉൽപ്പാദനം ഉണ്ടായിരുന്നു. അതേപോലെ ഐഫോൺ ഇന്ത്യയിൽ എത്ര എണ്ണം ഉണ്ടാക്കി, 40 ഉണ്ടാക്കി. അടുത്ത വർഷം ഇത് നമ്മൾ 60 ഉണ്ടാക്കി, ഇത് 100 ഉണ്ടാക്കി. അപ്പോൾ അതിനർത്ഥം എന്താ, കൂട്ടാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം എന്താ, ഇവിടെ എന്തുണ്ട്, ഒരു വർധനവുണ്ട്, അല്ലെങ്കിൽ എന്തുണ്ടെന്ന് പറയാം, ഒരു ഇൻക്രീസ് ഉണ്ട് അല്ലേ. അപ്പം ഈ ചരക്കുകളും സേവനങ്ങളും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളെയാണ്, ഗുഡ്സിനെയാണ് പറയുന്നത് അല്ലേ. സേവനങ്ങൾ ഇപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പം ഒരു റൂമിൽ പോയിട്ട് എന്താ പറയുക, ഒരു ഹോട്ടലിൽ പോയിട്ട് റൂം എടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഹോട്ടലിൽ പോയിട്ട് റൂം എടുക്കുമ്പം നമ്മളവിടെ പൈസ കൊടുക്കുന്നുണ്ട്, നമ്മൾ GST അടയ്ക്കുന്നുണ്ടല്ലേ. അതെന്താണ്, ഒരു സേവനമാണ്, സർവീസിൻ്റെ കാറ്റഗറി വരുന്ന കാര്യമാണ് അല്ലേ. ചരക്കുകൾ എന്താ, ഇപ്പം ഞാനിപ്പം പോയിട്ട് എന്താ പറയുക, ഒരു മൊബൈൽ കടയിൽ പോയിട്ട് ഞാനൊരു ഓപ്പോൻ്റെ ഫോൺ മേടിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ വിവോൻ്റെ ഫോൺ മേടിക്കുകയാണ്. കാര്യം എന്താ, അവിടെ ഉൽപ്പാദനം നടക്കുന്നുണ്ട്, അതേപോലെ ഉപഭോഗം നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഉപഭോഗവും ഉൽപ്പാദനമൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എന്തുണ്ടാവും, ഈ പറയുന്ന ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാവും എന്നുള്ള കാര്യം എന്ത് ചെയ്ത് വെച്ചോണം, നോട്ട് ചെയ്ത് വെച്ചോണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് അറിയേണ്ടത്. ഇനി ഉൽപാദന സജ്ജമായ മൂലധനത്തിൻ്റെ വിപുല ശേഖരമോ ബാങ്കിംഗ് ഗതാഗത സൗകര്യം തുടങ്ങിയ പിന്തുണ സംവിധാനങ്ങളുടെയോ വ്യാപ്തിയോ അല്ലെങ്കിൽ ഉൽപാദന സജ്ജമായ മൂലധന സേവനങ്ങൾ എന്നിവയുടെ കാര്യക്ഷമതയിൽ ഉണ്ടാകുന്ന വളർച്ചയാണ് ഇത് കാണിക്കുന്നത്. അതായത് എന്താ, മൂലധന സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. അതായത് എന്താണ് മൂലധന സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് മൂലധനം എന്ന് കേട്ടാലേ നിങ്ങൾ ഇങ്ങനെ മനസ്സിലായത്, അല്ലെങ്കിൽ ഒരു മൂലധന ചരക്കുകൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞ് ചോദിക്കാം. എന്താ മൂലധനം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ഞാനിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ ഒരു പാക്കറ്റ് എന്ത് മേടിക്കുകയാണ്, തേയില. എനിക്ക് ഒരു പാക്കറ്റ് തേയില മേടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് തേയില എനിക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, എനിക്ക് ഈ തേയില കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് ചായ ഇട്ട് കുടിക്കാം. അപ്പോൾ അവിടെ അത് മൂലധനമൊന്നുമല്ല. പക്ഷേ ഈ സാധനം തന്നെ എനിക്കൊരു ചായക്കടയുണ്ട് അല്ലേ, എനിക്കൊരു ചായക്കടയുണ്ട്. ഈ ചായക്കടയിൽ കൊണ്ടുപോയിട്ട് ഞാനിത് ചായ ഇട്ടിട്ട് വേറെ ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താ, അതെന്നെ സംബന്ധിച്ചൊരു മൂലധനമാണ്. കാര്യം എന്താ, അതിൽ നിന്ന് അവിടെ എന്തുണ്ടാവുന്നുണ്ട്, അവിടെ ഒരു വളർച്ചയുണ്ട് അല്ലേ, അവിടെ ഒരു ഉൽപ്പാദനമുണ്ട്. അപ്പോൾ ഒരു ഉൽപ്പാദന ശേഷി ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു, ഒരു ഉൽപ്പാദന ശേഷിയിൽ ഒരു വർധനവുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, അവിടെ ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനെന്താവശ്യമാണ്, ഈ പറയുന്ന മൂലധന സേവനങ്ങൾ ആവശ്യമാണ്. മനസ്സിലായാലോ, അവിടെ എന്താവശ്യമാണ്, ഈ പറയുന്ന പോലെ മൂലധന സേവനങ്ങൾ ആവശ്യമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെച്ചോണം. അതാണ് പറയുന്നത്, അതാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. അപ്പം അതിൻ്റെ രീതിയിൽ ഈ പറയുന്ന മൂലധന സേവനങ്ങൾക്ക് വർധനവോ അല്ലെങ്കിൽ കാര്യക്ഷമതയിൽ ഉണ്ടാകുന്ന വളർച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ അർത്ഥത്തിൽ എന്തെന്ന് പറയാം, ഈ പറയുന്ന പോലെ വർധനവെന്ന് നമുക്ക് ഈ പറയുന്ന പോലെ ഈസിയായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കത്തില്ലേ അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. ഇപ്പം ഞാൻ ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, എന്താണ് എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ എന്താണ് സാമ്പത്തിക വളർച്ച എന്ന കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ, അത് മതി. ഓക്കെ, ഇനി ഇവിടെ അടിപൊളി ഒരു കോൺസെപ്റ്റ് പഠിക്കാനുണ്ട് നമുക്ക്. അതായത് ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പിന്നെയും പഠിക്കും. കാര്യം നമുക്ക് നമ്മുടെ സിലബസിൽ ദേശീയ വരുമാനം എന്ന് പറയുന്നത് പഠിക്കാനുണ്ട്. അവിടെ നമ്മൾ ഒന്നും കൂടി പഠിക്കും. ഈ പറയുന്ന മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കും. തൽക്കാലം ഇവിടെ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒന്ന് പറയാം. അതായത് എന്താ പറയുന്ന, ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ GDP എന്നറിയപ്പെടുന്നത്. ഇനി മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന സ്ഥിരതയുള്ള വളർച്ച സാമ്പത്തിക വളർച്ചയുടെ ഒരു നല്ല സൂചകമാണ്. അതായത് ഒന്നുമില്ല, ഇപ്പം ഈ പറയുന്ന GDPയിൽ ഒരു വളർച്ച ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം എന്താ, ഇന്ത്യയിൽ എന്തുണ്ടെന്ന് പറയാൻ സാധിക്കും, നമുക്ക് ഒരു സാമ്പത്തിക വളർച്ചയുണ്ടെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, GDP എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ GDP എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് എപ്പോഴും ഡൗട്ട് വരുന്ന കാര്യമായിരിക്കും. അപ്പം ആ ഡൗട്ട് ഇനി മുതൽ ഉണ്ടാകത്തില്ല. ഇത് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. കാര്യം ഇനി എങ്ങനെ വന്നാലും, അതായത് ഈ പറയുന്ന മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം ഇനി പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് എങ്ങനെ ചോദ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒന്നുമില്ല, വളരെ ബേസിക്കായിട്ട് ചിന്തിച്ചാൽ മതി. അതായത് ഈ ഒരു സർക്കിളില്ലേ, ഇത് ഇന്ത്യ എന്ന് വിചാരിച്ചു. അതായത് ഇതിനകത്തുള്ളതല്ല ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഇങ്ങനെ തന്നെ നോട്ട് ചെയ്യണേ. ഇപ്പം നിങ്ങൾ ഡെഫിനിഷനൊന്നും എഴുതണ്ട, കാര്യം ഇത് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. തൽക്കാലം ഇവിടെ ഞാൻ GDPനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എന്താണ് GDP അതിൻ്റെ ഒരു നിർവചനം മാത്രമേ അവിടെ പറയുന്നത്, നോട്ടല്ലാതെ നമുക്ക് വരുന്നുണ്ട്. കാര്യം നമ്മൾ ദേശീയ വരുമാനത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, അന്നേരം നമ്മൾ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിക്കോ, ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആഭ്യന്തര പ്രദേശമാണ്.
അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ, അതായത് ഇതിനകത്ത് എന്തൊക്കെ ഉൽപ്പാദനങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഒരു വർഷം എന്ന് പറയുന്നുണ്ട് അല്ലേ, ഒരു വർഷത്തിനകത്ത് ഇതിനകത്ത് എന്തൊക്കെ ഉൽപ്പാദനങ്ങൾ നടന്നു കഴിഞ്ഞാലും അതല്ല എന്തെന്ന് പറയാൻ സാധിക്കും നമുക്ക്, അതെല്ലാം GDPയുടെ ഭാഗമാണ്. അതായത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ ഇതിനകത്ത് ഉൽപ്പാദനം നടക്കുന്ന സമയത്ത് ഇതിനകത്ത് തന്നെ ഒരു ഇന്ത്യക്കാരൻ്റെ ഒരു കമ്പനി ഉണ്ടായിരിക്കാം, അതേപോലെ ഒരു ചൈനക്കാരൻ്റെ കമ്പനി ഉണ്ടായിരിക്കാം, അതേപോലെ ഒരു ജപ്പാൻകാരൻ്റെ കമ്പനി ഉണ്ടായിരിക്കാം. ഈ 3 ആൾക്കാരുടെ കമ്പനി പ്രവർത്തിക്കുന്ന എവിടെയാണ്? ഇന്ത്യയുടെ അകത്താണ്. അപ്പം GDP നമ്മൾ കണക്കിലാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കണക്കാക്കുന്ന സമയത്ത് ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി, ഇന്ത്യയുടെ അകത്താവണം അതിൻ്റെ ഉൽപ്പാദനം, അത് GDPയുടെ ഭാഗമായിരിക്കും. അത് ആരുടെ കമ്പനിയാ നോക്കത്തേ ഇല്ല. ഇത് മനസ്സിലാക്കണം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറി അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ആഭ്യന്തര പ്രദേശത്തിനകത്താണ് അതിൻ്റെ ഒരു ഉൽപ്പാദനം നടക്കുന്നെന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ ഭാഗമായിരിക്കും? GDPയുടെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൻ്റെ ഭാഗമായിരിക്കും എന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ടല്ലോ, അതായത് എന്താ, ചരക്കുകളുടെയും സേവനങ്ങളുടെയും. എന്നാൽ ചരക്കുകളുടെ സേവനങ്ങളുടെ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു കാറ്, ഈ കാറെന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു അന്തിമ സാധനമാണ്. കാര്യം എന്താ, ഒരു കാറ് ഒരു ടയർ വെച്ചു, സീറ്റ് ബെൽറ്റ് വെച്ച് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് ഷോറൂമിൽ കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് ഇപ്പം ഞാൻ പോയി ഒരു കാർ മേടിക്കുകയാണ് അല്ലേ, അപ്പോൾ ആ കാറെന്ന് പറയുന്നത് എന്താണ്, ഒരു അന്തിമ സാധനമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും എല്ലാ അന്തിമ സാധനങ്ങളുടെയും ഒരു വിപണി മൂല്യമാണെന്ന് പറയുന്നത് GDP. അതേപോലെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഇപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് അവിടെ ഇരിപ്പുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് അവിടെ ഇരിപ്പുണ്ടാവും അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ എന്ത് സാധനം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫേസ് വാഷ് എടുത്തു കഴിഞ്ഞാലും അല്ലേ, ഇതെല്ലാം എന്താ, അന്തിമ സാധനമാണ്. അന്തിമ സാധനം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അറിഞ്ഞു വെച്ചോണം. അന്തിമ സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്തങ്ങ് ഉപഭോഗം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺസപ്ഷൻ ചെയ്യാൻ പറ്റും. ബ്രെഡ് തുറന്ന് നമുക്ക് കഴിക്കാം അല്ലേ, കാറിൽ കയറി നമുക്ക് വണ്ടി ഓടിക്കാം അല്ലേ, ഫേസ് വാഷ് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അതെല്ലാം നമുക്ക് എന്താണ്, എന്തിൻ്റെ ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കും, ഈ പറയുന്ന പോലെ തന്നെ ഒരു അന്തിമ സാധനങ്ങളുടെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഇതാണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ അറിയാനുണ്ട്. പക്ഷേ നമ്മൾ സാമ്പത്തിക വളർച്ചയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ഒരു കാര്യം അറിയണം, GDPയിൽ വർധനവുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ഇതാണ് പ്രധാനമായിട്ട് അറിയേണ്ടത്. ചോദ്യം വരും, പ്രസ്താവന ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്യണേ, GDPയിൽ വളർച്ചയുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, സാമ്പത്തിക വളർച്ചയുണ്ടാവും, അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിനും വർധനവുണ്ടാവും. GDP കുറയാണെങ്കിലോ, GDP കുറയാണെങ്കിൽ എന്തുണ്ടാവും, നമ്മുടെ സാമ്പത്തിക വളർച്ചയിലും എന്തുണ്ടാവും, ഇടിവുണ്ടാവും, അല്ലെങ്കിൽ വർധനവ് ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്ത് വെച്ചോണം, നോട്ട് ചെയ്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏതൊക്കെ മേഖലകളിൽ നിന്നുള്ള സംഭാവനയ്ക്കാണ് സമ്പദ്ഘടനയുടെ ഘടനയ്ക്ക് രൂപം നൽകുന്നത്? 3 മേഖലകളുണ്ട് നമുക്ക്. വളരെ ബേസിക്കായുള്ള കാര്യമാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല, ഇങ്ങനെ 3 മേഖലകളാണ് നമുക്കുള്ളത് അല്ലേ. ഈ 3 മേഖലകളിലും നിന്നുമുള്ള സംഭാവനയാണ് സമ്പദ്ഘടനയുടെ ഘടനയ്ക്ക് രൂപം നൽകുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്ത് വെച്ചോണം, നോട്ട് ചെയ്ത് വെച്ചോണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്ത് വരാം, ഈ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് വരാം, ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വളരെ ബേസിക്കായിട്ട് അറിയേണ്ടത്. ഇനി എന്താ, ഇവിടെ 2 കോൺസെപ്റ്റ് പറയുന്നുണ്ട്, സ്വാശ്രയത്വം, സമത്വം. നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം പ്രസ്താവന രൂപേണ വരാം. നമ്മൾ പദ്ധതിയിലേക്ക് കയറിയിട്ടില്ല, ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്താ, ഒരു രാജ്യത്തിന് അതിൻ്റെ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത വിഭവങ്ങൾ ഉപയോഗിച്ചോ സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണവും മെച്ചപ്പെടുത്താം. അപ്പോൾ സ്വാശ്രയത്വം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട്, ഇപ്പം നമ്മൾ ചൈനയുടെ കയ്യിൽ നിന്ന് മേടിക്കാണ്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ സാധിക്കും? അതാ സെൽഫ് റിലയൻസ്. അല്ലെങ്കിൽ നമ്മളിപ്പം പറയത്തില്ല ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്നൊക്കെ പദങ്ങൾ കാണത്തില്ലേ അല്ലേ, മോദിജിയുടെ ആത്മനിർഭർ ഭാരത് അഭിയാൻ നമ്മൾ കാണത്തില്ലേ, അതെന്താ, ഇതാണ് കോൺസെപ്റ്റ് അല്ലേ. ഉപയോഗിച്ചോ, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വിഭവങ്ങൾ ഉപയോഗിച്ചോ സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണം, അതായത് ഇന്ത്യയിൽ തന്നെ വളർച്ച കൊണ്ടുവരണം, അതാണ് സ്വാശ്രയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി എന്താ, സമത്വം. സാമ്പത്തിക അഭിവൃദ്ധിയുടെ നേട്ടങ്ങൾ സമ്പന്നരായ കുറച്ചു പേർ മാത്രം അനുഭവിക്കുന്നതിന് പകരം ദരിദ്ര വിഭാഗങ്ങൾക്കും ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതിനാൽ സമത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താ, ഇപ്പം നിങ്ങൾ ഭരണഘടനയിൽ നിങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളിൽ നിങ്ങൾ ഇക്വാലിറ്റി പഠിക്കും. സമത്വം എന്താ, എല്ലാ കാര്യങ്ങളും എല്ലാ ആൾക്കാർക്കും ഒരേപോലെ കിട്ടണം അല്ലേ. അവിടെ ഒരാൾക്കാർക്കും ഈ പറയുന്ന വേറെ ഒരാൾക്കാർക്കും പ്രത്യേക പരിഗണന കൊടുക്കാൻ പാടില്ല, പാവപ്പെട്ടവനോ പണക്കാരനോ എന്ന രീതിയിൽ കാണിക്കാൻ പാടില്ല അല്ലേ. അപ്പം ഈ നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ നേട്ടങ്ങൾ അല്ലേ, ഇപ്പം നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോവുകയാണ് അല്ലേ. ഇപ്പം സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഗുണം ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കും കിട്ടണം അല്ലേ. ഇപ്പോൾ ഇത് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കും അതിൻ്റെ ഗുണം ഉണ്ടാവണം. അല്ലാതെ ഒരു കൂട്ടം ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം സമൂഹത്തിന് മാത്രമായിരിക്കരുത് അതിന് ഗുണം ഉണ്ടാകുന്നത്. എല്ലാ ആൾക്കാർക്കും ഒരേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗുണങ്ങൾ ഉണ്ടാവണം. ഇതാണ് സമത്വം എന്ന് പറയുന്നത്, ഇക്വിറ്റി എന്ന് പറയും. സമത്വം, ഇക്വിറ്റി. അപ്പം സ്വാശ്രയത്വം, സമത്വം, ഈ 2 കാര്യങ്ങളും എന്ത് ചെയ്യണം, അറിഞ്ഞു വെച്ചോണം. ഇനി എന്താ,
ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ, പുതിയ സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിനെ അറിയപ്പെടുന്നതിനെയാണ് ആധുനികവൽക്കരണം. അതായത് ഇപ്പോൾ നമ്മളിപ്പം AI ഉപയോഗിക്കുന്നില്ലേ, അല്ലെങ്കിൽ നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നില്ലേ, കാലം മാറുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, മോഡേണൈസ്ഡ് ആവും. അതാ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം പണ്ടത്തെ പോലെ അല്ലേ, ഇപ്പോൾ സ്ത്രീകൾ എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താ, ആധുനികവൽക്കരണത്തിൻ്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നവയാണ് അല്ലേ. അതായത് പരമ്പരാഗത സമൂഹത്തിൽ പുരുഷന്മാർ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകൾ വീട്ടിനുള്ളിൽ തന്നെ കഴിയാൻ നിർബന്ധിതരാകുന്നു. ഇത് പണ്ടുള്ളതായിരുന്നു, പക്ഷേ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് മാറുന്നുണ്ട്. ഓക്കെ. പഞ്ചവത്സര പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്ന നടപ്പിലാക്കുന്നു. ആരാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ, റെഡിൽ കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ എന്ത് ചെയ്യാം, ചോദിക്കാം. ഓൾറെഡി നമ്മൾ പലതവണ ഈ ഒരു വാക്ക് എടുത്തെടുത്ത് പറഞ്ഞു. എന്താ? ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? ഇത് ചോദ്യമാണ്. ഇത് ചോദിക്കാം. അപ്പം ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ പഞ്ചവത്സര, ഇപ്പം നമുക്കറിയാമല്ലോ 12 പഞ്ചവത്സര പദ്ധതികളുണ്ട് അല്ലേ. അപ്പോൾ ഈ പറയുന്ന 12 പഞ്ചവത്സര പദ്ധതികൾക്കും അംഗീകാരം നൽകുന്നത് ആരെന്ന് പറഞ്ഞ് വേണമെങ്കിൽ എന്ത് വരാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം, അത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്, NDC എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദേശീയ വികസന സമിതി. പേര് മാത്രം പറഞ്ഞാൽ മതി, ദേശീയ വികസന സമിതി. അപ്പം ഓപ്ഷൻസിൽ ദേശീയ വികസന സമിതി ഉണ്ടെങ്കിൽ അതെന്തെടുത്തോണം, നോട്ട് ചെയ്ത് വെച്ചോണം. അതെന്ത് വരാം, ചോദ്യമായിട്ട് വരാം. ക്ലിയർ ആണല്ലോ. ഇനി 1952 എക്സിക്യൂട്ടീവ് റെസൊല്യൂഷനിലൂടെ ഇന്ത്യ ഗവൺമെൻറ് രൂപീകരിച്ചതാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. അതായത് ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ അതുവഴി നമ്മൾ രൂപീകരിച്ചത്. ഓക്കെ. അതായത് ഒരു തീരുമാനം, നമ്മൾ ആക്ട് വഴിയൊന്നും കൊണ്ടുവന്നതല്ല, ഈ പറയുന്ന ഒരു റെസൊല്യൂഷൻസിലൂടെ ഒരു തീരുമാനം അല്ലെ, അതിലൂടെ എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനത്തിലൂടെ ഇന്ത്യ ഗവൺമെൻറ് രൂപീകരിച്ചതാണെന്ന് പറയുന്നത് ഈ പറയുന്ന 1952 അല്ലെ. 1952 നമ്മൾ എന്ത് കൊണ്ടുവരുന്നു, ഈ പറയുന്ന നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ കൊണ്ടുവരുന്നു. പിന്നീട് അവരാണ് പിന്നീട് വന്ന എല്ലാ പഞ്ചവത്സര പദ്ധതികളിലും അംഗീകാരം നൽകുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞു വെച്ചോണം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ മുതൽ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ 1ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഓരോ പോയിന്റുകളും മുൻവർഷ ചോദ്യമാണ് ഇവിടെ കണ്ടല്ലോ, ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ. അത് വ്യക്തമായിട്ട് നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് റിവിഷൻ ചെയ്താൽ മതി. ഇത് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു 1-2 ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ മിനിമം എന്തായാലും ഒരു ചോദ്യം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് കിട്ടണം. അതായത് വേറെ ഒരു കണ്ടന്റ് റെഫർ ചെയ്യാണ്ട് ഈ ഒരു നോട്ട്സ് ഗോ ത്രൂ ചെയ്ത് നിങ്ങൾ മാക്സിമം റിവിഷൻ ചെയ്ത് ക്ലാസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റെക്കോർഡിങ്സ് കണ്ട് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. താങ്ക് യു.